ഹലോ കുഞ്ഞുമണീസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതിനുവേണ്ടി പച്ചരി കുതിർത്ത് വെച്ചിരുന്നു. അതെടുത്ത് അതിലോട്ട് ശകലം നല്ല ജീരകവും ചോറും ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം അതിനാവശ്യമായ ശർക്കര പാനി കാച്ചുന്നതിന് വേണ്ടി ഇൻഡക്ഷനിലോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് മാവ് അരച്ച് വെച്ചതിന് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. പാത്രത്തിൽ വെച്ചതിന് ശേഷം ഒന്ന് ശർക്കര പാനി ഒന്ന് ഇളക്കി കൊടുത്തു. നല്ലതുപോലെ കട്ട റെഡിയാവുന്നതുവരെ ഒന്ന് ഇളക്കി. അതിന് മുന്നേ ഞാൻ കുനുകുനാ അരിഞ്ഞ് തേങ്ങ വെച്ചിരുന്നു. അതും കൂടി ആ മാവിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു. ചേർത്തതിന് ശേഷം ശർക്കര പാനി കാച്ചിയതും കൂടെ ഒഴിച്ച് കലക്കി ഒഴിച്ചു. എന്നിട്ട് കുക്കറിലാണ് വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ കുക്കർ വെച്ചു. അതിലോട്ട് ശകലം നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് മാവ് ഒഴിച്ചിട്ട് കുക്കറിൻ്റെ ഫിസിലെടുത്ത് ഒരു 30 മിനിറ്റ് ആവി കയറ്റി. എന്നിട്ട് ഇപ്പുറത്ത് ബാലൻസ് വന്ന മാവ് ചീനച്ചട്ടിയിലും കൂടി ഒഴിച്ച് റെഡിയാവുന്നതിന് വേണ്ടി വെച്ചു. അതൊരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുക്കറിൽ നിന്നെടുത്ത ഒരു വ്യൂ ആണിത്. സൂപ്പറായിരുന്നു കേട്ടോ.